എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടു കൂടി അവസാനിച്ചു. നവംബർ മാസത്തെ റേഷൻ ഡിസംബറിലേക്ക് നീട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്നാലും അത് അവസാനിച്ചിരിക്കുകയാണ്. 29 തീയതി വരെ മാത്രമാണ് നവംബർ മാസത്തെ റേഷൻ വിതരണം ചെയ്യാനായുള്ളൂ. 30 തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റേഷൻ കട അവധിയാണ്. അതുകൊണ്ട് തന്നെ നവംബർ 29 തീയതി ആയിട്ടുള്ള ശനിയാഴ്ച ഇന്ന് തന്നെ നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു. അതോടൊപ്പം തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിസംബർ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് അരി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് അറിയിപ്പുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ 5 അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അറിയിപ്പ് 2025 നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് 29/11/2025 ശനിയാഴ്ച അവസാനിക്കുന്നതാണ്. അതായത് അപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അറിയിപ്പ് 30/11/2025 ഞായറാഴ്ചയും 1/12/2025 തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ അറിയിപ്പ് 2025 ഡിസംബർ മാസത്തെ റേഷൻ വിതരണം 2/12/2025 ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും എന്നുള്ളതാണ്. നാലാമത്തെ അറിയിപ്പ് 2025 ഡിസംബർ മാസത്തിൽ ലഭ്യതയ്ക്കനുസരിച്ച് വൈദ്യുതി ഉള്ള വീടുകളിൽ AAY PHH കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും, നേരത്തെ മഞ്ഞ റേഷൻ കാർഡിന് അതായത് AAY കാർഡിന് മാത്രമായിരുന്നു 1 ലിറ്റർ മണ്ണെണ്ണ, ഇതിപ്പോൾ PHH പിങ്ക് റേഷൻ കാർഡിന് കൂടി 1 ലിറ്റർ മണ്ണെണ്ണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി ഉള്ള വീടുകളിലെ NPS അതായത് നീല റേഷൻ കാർഡ്, NPNS വെള്ള റേഷൻ കാർഡ് എന്നിവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ ഈ കാലയളവിൽ 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഇത് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയാണ്. കഴിഞ്ഞ 2 മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് ലഭിച്ചേക്കില്ല. അഞ്ചാമത്തെ അറിയിപ്പ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ഡിസംബർ മാസത്തിൽ റേഷൻ വിഹിതം ആണ് ഇനി പറയുന്നത്. AAY മഞ്ഞ റേഷൻ കാർഡ്, അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. 1 കിലോ പഞ്ചസാര 27 രൂപക്കും ലഭിക്കുന്നതാണ്. PHH പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമായിരിക്കും. 4 അതിൽ കുറവോ അംഗങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. NPS നീല റേഷൻ കാർഡ് പൊതുവിഭാഗം സബ്സിഡി വിഭാഗം റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ക്രിസ്മസ് സ്പെഷ്യൽ ആയും കൊണ്ട് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ കൂടി ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസം കുറഞ്ഞ അരിയാണ് ഉണ്ടായിരുന്നത്. ഈ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ 10 കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം റേഷൻ വിഹിതമായിട്ടുള്ള അരി ലഭിക്കുക. അതുപോലെ തന്നെ NPI ബ്രൗൺ റേഷൻ കാർഡ് പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡാണ്. 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ തുടങ്ങും എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. 25 രൂപ നിരക്കിൽ 20 കിലോ അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ മാസവും ലഭിക്കും. അതുപോലെ തന്നെ സപ്ലൈകോയുടെ ആനുകൂല്യങ്ങളും ലഭിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും നിശ്ചിത ദിവസത്തിന് ശേഷം തുടങ്ങുന്നതാണ്. 13 സബ്സിഡി സാധനങ്ങൾ എല്ലാവർക്കും ലഭിക്കും. സബ്സിഡി ഇതര സാധനങ്ങൾക്കും വലിയ വിലക്കുറവുണ്ട്. 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വിലക്കുറവുള്ളത്. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.